മടങ്ങി വരാം. ശ്രീ പ്രിന്റു, ഇത് കാലങ്ങളായുള്ള ഒരു ആരോപണമാണ്. പക്ഷെ ഒരു വശത്ത് BJP വിഭാവനം ചെയ്യുന്നത് ഒരു കോൺഗ്രസ് മുക്ത് ഭാരതമാണ്. അപ്പോൾ CPM വന്നാൽ കൂടുതൽ കുഴപ്പമില്ല എന്നൊരു നിലപാടുണ്ടോ BJPക്ക്? അങ്ങനെയല്ലല്ലോ സാർ. ഇതിനകത്ത് സത്യത്തിൽ EP ജയരാജൻ എന്നല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പറയുന്ന ഒരു കാര്യമാണ് BJPയുടെ സ്ഥാനാർത്ഥികൾ ഒന്നിലൊന്ന് മികവുറ്റുള്ളതാണെന്ന്. EP ജയരാജന്റെ ഒരു പൊതു ശൈലി അനുസരിച്ച് അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഗോവിന്ദ മാഷെ പോലെയോ അല്ലെങ്കിൽ പിണറായി വിജയനെ പോലെയോ ഒരു ശൈലിയല്ല EP ജയരാജനുള്ളത്. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം വ്യക്തമായിട്ടൊരു അഭിപ്രായം പറയുന്ന ഒരാളാണ്. അപ്പൊ കേരളത്തിലെ ഒരു സാധാരണ ഒരാളെന്ന രീതിയിൽ ഇനി LDF കൺവീനർ അപ്പുറത്തേക്ക് കേരളത്തിലെ എല്ലാവരും ചിന്തിക്കുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനം മാത്രമായിട്ട് അതിനെ കണ്ടാൽ മതി. അത് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായിട്ട് കണ്ടാൽ മതി. ഈ കേരളത്തിൽ ഇടതുപക്ഷവുമായിട്ട് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ CPM-മായി ഞങ്ങൾ സഖ്യത്തിലാവും എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന ഒരാൾ വിശ്വസിക്കില്ല. ഇപ്പൊ കോൺഗ്രസ്സുകാരും പറയുന്നു. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ നിരാമയ റിട്രീറ്റ്സുമായി എന്തെങ്കിലും ബന്ധം EP ജയരാജൻ ഉണ്ടോ? അത് BJP എന്ന നിലയിൽ, താങ്കൾ ഒരു BJP വക്താവെന്ന നിലയിൽ അത് അന്വേഷിച്ചിരുന്നു. അവരെന്തെങ്കിലും കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? ആയുർവേദ ചികിത്സ എന്നതിനപ്പുറത്തേക്ക് അങ്ങനെ ഉണ്ടോ? അല്ല, ഈ രാജീവ് ചന്ദ്രശേഖരനുമായിട്ടുള്ള അദ്ദേഹം വ്യക്തിപരമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് ബന്ധങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യം രണ്ടു കൂട്ടരും അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് EP ജയരാജനോട് തള്ളിയല്ലോ. രാജീവ് ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട് EP ജയരാജൻ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ തള്ളിക്കളഞ്ഞതാണല്ലോ കേട്ടോ. VD സതീശൻ പറയുന്നത് കുടുംബാംഗങ്ങളൊക്കെ അതിൽ ഭാഗവാക്കുകളാണ്, അതിൽ ഫോട്ടോ ഒക്കെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. യെസ് പ്രിന്റു, ഫോട്ടോ കയ്യിലുണ്ടെന്നാണ് VD സതീശൻ പറയുന്നത്. ഫോട്ടോ കയ്യിലുണ്ട്, അത് പുറത്തുവിടുമെന്നാണ്. VD സതീശൻ അങ്ങനെ പലതും പറയാലോ. VD സതീശൻ അതിന് പല നമ്മൾ ഒന്നാമത്തെ ഒരു കാര്യം, അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനുമാണ്, അതുപോലെ നല്ലൊരു വ്യവസായി കൂടിയാണ് രാജീവ് ചന്ദ്രശേഖരൻ. വ്യാവസായികമായിട്ടുള്ള അദ്ദേഹത്തിന്റെ എല്ലാ ഇടപാടുകളും പാർട്ടിയുമായിട്ട് ആലോചിച്ചോ കൂടിയാലോചിച്ചിട്ടോ ഒന്നും ചെയ്യേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല. അദ്ദേഹം സ്വതന്ത്രനായിട്ടുള്ള വ്യവസായിയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അദ്ദേഹത്തിന്റെ സംരംഭങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അപ്പൊ അതിനപ്പുറത്തേക്ക് ഇതിനകത്തേക്ക് അതിനൊരു സഖ്യത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷവും BJP തമ്മിലുള്ള ഒരു ഭാഗമായിട്ടൊക്കെ ചിത്രീകരിക്കുന്നതിനെ നമുക്ക് അതിന്റേതായ അവജ്ഞയോടുകൂടി തള്ളിക്കളയാനേ സാധിക്കുകയുള്ളൂ. ഞാൻ